കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. സ്നേഹത്തോടെ ചേർന്ന് പാടാം. സ്തുതി പാടിടാം മനവീണകൾ മീട്ടിപ്പാടിടാം മമനാഥന്. സ്തുതി പാടിടാം മനവീണകൾ മീട്ടിപ്പാടിടാം. നാഥ വരേണമേ, എന്നിൽ നിറയേണമേ. ഉച്ചത്തിൽ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ സാരയിൽ ഈ ആരാധന സമയം ഞങ്ങൾ സമർപ്പിച്ചു. ആരാധന ആരാധന. രോഗികളുടെ ആയ വലിയ സാക്ഷികളാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ ദൈവാരാധനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയണമെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായി നടത്താം. ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കണത്? നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം. വെരി സിമ്പിളാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയണില്ല, നിങ്ങൾക്ക് എന്ത് വസ്തു വിൽക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഇപ്പോഴും നടക്കത്തില്ല. ഇതാണ് വിഷയമല്ല. നിങ്ങളിൽ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്തുകാരി ചേർത്താക്കാരുത്തിയാണ്. അവളുടെ പേര് ആൽഫിയയുടെ സാക്ഷ്യം. ആൽഫിയ വളരെ ഒരു +2 വിദ്യാർത്ഥിയാണ്. ഈ +2 വിദ്യാർത്ഥി അവൾക്ക് UK പോയി പഠിക്കണം. അവളുടെ വീട്ടിലെ പ്രമാണം 8 ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ്. പിന്നെ എങ്ങനെ ബാങ്കിൽ ലോൺ കിട്ടണം? UK പോയി പഠിക്കണമെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ വേണം. അതേസമയം തന്നെ ബാങ്ക് ഉള്ള പ്രമാണം ബാങ്കിൽ ലോൺ ഇരിക്കുകയാണ്. 8 കൊല്ലമായിട്ട് പലിശയും കയറി ഇരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും ഈ കുഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, കർത്താവ് എനിക്ക് ഇവിടെ ഈ ഉടമ്പടി വരുമ്പോൾ നമ്മൾക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്ന് തോന്നണേ. കാര്യം കണ്ടില്ലേ, ഇവരുടെ ഈ ഹിസ്റ്ററി കണ്ടില്ലേ? അവർക്ക് ഉള്ള പ്രമാണം വീടിൻ്റെ വീടിരിപ്പ് സ്ഥലവും കൂടി ബാങ്കിലാണ്. 8 വർഷമായിട്ട് അവൻ്റെ പലിശ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവളുടെ പ്രശ്നം എന്താണ്? ഇവൾക്ക് +2 കഴിഞ്ഞിട്ട് UK പോയി പഠിക്കണം. കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല. പക്ഷേ UK പോകണമെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ ഇവളെന്താ ചെയ്യണത്? ഈ 38 ലക്ഷം രൂപയെ ലൈറ്റ് വെയ്റ്റിംഗ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ട ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും. പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും. മറ്റുള്ളവരുടെ പത്രമേ, ചില ആൾക്കാർക്ക് പത്രം ഈ മടിച്ചികളൊക്കെ ഉണ്ടാവില്ല, അവരെവിടെയെങ്കിലും കൊണ്ടുവച്ച് ചാണ്ടിപ്പോരതില്ലേ. കാര്യം ഇപ്പോൾ രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസ്നേഹം അനുഭവിക്കുന്നുള്ളൂ, നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ. പക്ഷേ പത്രം അങ്ങനെയില്ല. പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത്. അപ്പം പ്രേക്ഷിത ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ആരാധനയിലൂടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളറിയാം. നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് ചെന്നർത്ഥം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. കാരണം ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനമാണ് അത് പത്രപ്രവർത്തനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് കാണുന്നവർ അത് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇപ്പോൾ രോഗിനൊക്കെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഉടുപ്പ് കലക്കി കൊടുക്കുക, നഖം വെട്ടി കൊടുക്കുക, അവിടെ പോയിരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിനൊരു 25 മാർക്ക് കിട്ടുകയാണെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യണമെങ്കിൽ 75 മാർക്ക് കിട്ടും. അതാണ് വ്യത്യാസം വരണത്. ഇതാണ് ചില ആൾക്കാർക്ക് തോറ്റുപോണത്. അതാണ് അവർ രോഗികളെ കാണും, ദാനധർമ്മം ചെയ്യും, വസ്ത്രം കൊടുക്കും, പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവച്ച് കൊടുത്തും അവിടെ നിന്ന് ഓടിക്കളയും. ആൾക്കാരെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അതൊരു 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങളെ വെറും 2 മാർക്കാക്കി മാറ്റിക്കളയും. കാര്യം ഒന്നാമത്തിൽ പത്രം ഒരുമിച്ച് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് തരേണ്ട 18 പത്രമാണെങ്കിൽ 18 പേർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തർ കൊണ്ട് വെച്ച് ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കൊന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ അവിടെ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരിക്കും, പക്ഷേ അതല്ല പ്രശ്നം. നിങ്ങളത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അതാണ് പ്രശ്നം. അത് കൊടുക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം. കാര്യം നിങ്ങളുടെ ചമ്മൽ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം, ഇതിനെല്ലാം വ്യയം ചെയ്യാതെ ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹം ഈസിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മുടെ അഭിമാനം അഴിച്ചു വെക്കേണ്ടി വരും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത്
മറ്റുള്ളവരെന്ത് ഓർക്കും, ഞാൻ ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ലേ, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നയാളല്ലേ, അപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ഓർക്കും എന്ന് പറയണത് നിന്നെക്കുറിച്ചുള്ള നിൻ്റെ ഓർമ്മയാണ്, മറ്റുള്ളവരുടെ ഓർമ്മയല്ല. അതിന് പച്ച മലയാളത്തിൽ അഹങ്കാരം എന്നാണ് പറയണത്. വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ 10, 18, 20 പത്രമാണെങ്കിലും ഈ 18 പേർക്ക് കൊണ്ടുനടന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ചമ്മൽ തോന്നുന്നുണ്ട് കേട്ടാ. പക്ഷേ കുരിശ് തുണിയില്ലാതെ കിടന്ന നിൻ്റെ ചമ്മലിനേക്കാൾ വലുതല്ല എൻ്റെ ചമ്മലെന്ന് തോന്നണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കുള്ളതും ഈ പത്രപ്രേക്ഷിതത്തിലാണ്. അതിലാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ 80% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 50-60% ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരണതാണ്. എന്താ കാര്യം? അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം പത്രം ഇടുമ്പോൾ തന്നെ ഒരു 100-120 സാക്ഷ്യം വരികണേ. ബുദ്ധിയും ബോധമുള്ള ചിന്തിക്കുമല്ല, ദൈവമേ എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ്. ആരും ചിന്തിക്കല്ലേ? ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത സംഭവമാണ്. എല്ലാ മാസവും 100-150 സാക്ഷ്യമാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി. അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാനീ പത്രം കൊടുക്കുക മാത്രമല്ല ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്കി വരണം. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം. പറഞ്ഞേ, കർത്താവേ ഞാൻ വഴി പത്രപ്രേക്ഷിതത്വം നടത്തുമ്പോഴേ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്നെ തിരക്കി വരാൻ, നിന്നെ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വഴി ആയിരക്കണക്കിന് മനുഷ്യര് നിന്നെ അറിയുവാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ആത്മാവിൽ ജ്വലിച്ച് പ്രവർത്തനം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നണം. പ്രേക്ഷിത പ്രവർത്തനം, ആത്മാക്കളുടെ വീട്ടിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ അസസ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടത്തേക്ക് നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവസ്റ്റ് ചെയ്യണത്? അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതിഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹണി എന്നും പറഞ്ഞൊരു മകൾ സാക്ഷ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ 97 അവളുടെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം 97,000 പേര് കാണുകയാണ്. അപ്പോൾ ഇന്നത്തത് കൊണ്ട് 1,00,000 പേര് ഹണിയുടെ സാക്ഷ്യം കാണും. എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം 1,00,000 പേര് ഒരു 2 ദിവസം കൊണ്ട് തന്നെ 1,00,000 പേര് കാണുന്നത്? അത് ഇടിച്ചു കുത്തിയാണിത് പറയണത്. അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാണ്. ഇവിടെ മുഴുവനും അഭിഷേകം നിറയണം. കാരണം വെച്ചാൽ അവർ പറയണതിൻ്റെ കാര്യം അവരവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട്. കാര്യം ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതെൻ്റെ ഭർത്താവിന് 85% നടുവിൽ ഒടിഞ്ഞിരിക്കുന്ന കാലത്താണ്. മരിച്ചു പോകുന്നതിൻ്റെ ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ 85% നട്ടലിൻ്റെ 80% ഡാമേജായി. അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത്. പിന്നെയും കുറേ ഡാമേജുകൾ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരണത്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ
4 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. 4 ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. കർത്താവിൽ അവൾ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കർത്താവ് ഒറ്റ ഓപ്പറേഷൻ ഇല്ലാതെ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായ. സന്തോഷത്തോടെ സ്നേഹത്തോടെ പാടുക. ഇന്നലെയോളം, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഇന്നയോളം ഒരുമിച്ച് പാടുക. ഇന്നയോളം എന്നെ നടത്തി, സ്വരത്തിൽ സന്തോഷത്തോടെ. ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഇന്നയോളം ഒരുമിച്ച് ദൈവ സ്നേഹത്തോടെ പാടുക. അഭിഷേകം ഉണ്ടാകട്ടെ. നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. അവൻ എന്തെന്നും മതിയായവൻ. അവനെന്നും മതിയായവൻ. ഇന്നയോളം, ഇന്നയോളം എന്നെ നടത്തി. ഒരുമിച്ച് പാടുക. എല്ലാവരും പാടുക. ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തീർത്ഥാടന ഉടമ്പടിയായിട്ട് കർത്താവ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും, ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവേ, നിന്റെ തിരുമുറുമാർന്ന വലത് കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ,
ഓരോ മക്കളുടെ മേലും കർത്താവേ നിന്റെ തിരുമുറുവാർന്ന് അണിപ്പെടുത്താറുന്ന അത്ഭുതകരം വെക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടിപ്പിടുന്ന പോലെ വൈദ്യാക്കാലം ദൈവികമായ ശക്തി കർത്താവേ ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ പടരട്ടെ അടരട്ടെ പടരട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ സന്തോഷമായി നിൽക്കുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ത്വക്ക് രോഗികളെ മുടി കൊഴിയുന്നവരെ, ത്വക്ക് രോഗികളെ മുടി കൊഴിയുന്നവരെ, സിസ്റ്റുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ, തലച്ചോറിന് സിസ്റ്റുള്ളവരെ, തലച്ചോറിന് ബ്ലോക്കുള്ളവരെ, എല്ലാ PCOD രോഗികളെ, RSS രോഗികളെ, പിസ്റ്റുല രോഗികളെ, കർത്താവ് ഗർഭപാത്രമില്ലാത്തവരെ, ഗർഭപാത്രത്തിൻ്റെ ബ്ലീഡിംഗ് ഉള്ളവരെ, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ ഗർഭനാളുകളില്ലാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, കർത്താവ് നടുവേദന ഉള്ളവരെ, കിഡ്നി രോഗികളെ, കരരോഗികളെ, ഹൃദയ രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ടോൺസിലൈറ്റിസ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ, ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം അടിപ്പിണർ പോലെ വൈദ്യാക്കാലം പോലെ ദൈവിക ശക്തി അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിലെ മാരക രോഗങ്ങളെ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ രോഗങ്ങൾ സുഖപ്പെട്ടുകൊണ്ട് സൗഖ്യം നൽകണമേ നാഥാവരണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, വീട് വെച്ചിട്ട് പകുതിയായി പോയിട്ട് പണമില്ലാതെ കടമായവരെ എല്ലാം കർത്താവ് സ്പർശിക്കുന്ന ദർശനങ്ങളിലൂടെയാണ് സന്ദേശം നൽകുന്നത്. അവരെല്ലാം കർത്താവ് ഏറ്റെടുക്കുന്ന സമയമുണ്ട്. വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, അതുപോലെ തന്നെ സഞ്ചരിക്കാനും വാഹനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന വേദനിക്കുന്നവർ, കർത്താവ് ജോലി ഇല്ലാത്തവർ, അതുപോലെ വിസ പ്രോസസ് നടക്കാത്തവർ, വിദേശത്ത് പോകാൻ പറ്റാതെ വരുന്നവർ, നാട്ടിൽ പണി ചെയ്യാത്തവർ, പണിയില്ലാത്തവർ, അതുപോലെ തന്നെ PSC ടെസ്റ്റ് അതുപോലെയുള്ള ടെസ്റ്റുകൾ എഴുതിയതിനു ശേഷം യാതൊരു വിധത്തിലും ജോലി അവിടെയുമില്ല ഇവിടെയുമില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ സങ്കടപ്പെടുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കൾ ഇല്ലാത്തവർ, എല്ലാ തരത്തിലും കർത്താവ് കേസിലാക്കപ്പെട്ടിരിക്കുന്നവർ, വഴക്കിലാക്കപ്പെട്ടിരിക്കുന്നവർ, പലതരത്തിലും കേസിലും ജയിലിലുമായി പോയവർ, അതുപോലെ ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, അതുപോലെ തന്നെ വൈവാഹികത്തോട് തകർച്ചയുള്ളവർ, ഇങ്ങനെ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ തിരുമുറുവാഴുന്ന വലതുകരം അപ്പം അതായത് മാധ്യസ്ഥത്തിൽ എല്ലാ മാലാഖമാരും വിശുദ്ധന്മാരും രക്തസാക്ഷികളും മാധ്യസ്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാരക തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് യേശുനാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. ഭക്തിപുരം മുട്ട എന്ന് മൗനപ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്തിപുരം മുട്ട എന്ന് അച്ഛൻ ഏതെങ്കിലും കാരണവശാൽ സൂചിപ്പിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക.
ഈശോയെ, മേരി മാഗ്ദലിനെ പോലെ നിന്നെ അധികമായി സ്നേഹിക്കുവാൻ, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ